Hi guys, welcome back to my drama explainer. വൂജിൻ മിസ്റ്റർ നമ്മിന്റെ മകളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് കാണിച്ചുകൊണ്ടായിരുന്നില്ലേ കഴിഞ്ഞ എപ്പിസോഡ് തീർന്നു പോയെ. ഇനി എന്താ സംഭവിക്കുന്നേ നോക്കിയാലോ. വൂജിൻ മിസ്റ്റർ നമ്മിന്റെ മകൾ ഒളിച്ചിരിക്കുന്ന റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. എന്നാൽ അതിന് സാധിക്കുന്നില്ല. അതിന് മുന്നേ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നു. അത് മാത്രമല്ല, നീ എവിടെയാടോ ഉള്ളത്, നിനക്കൊരു സർജറി ഉണ്ടല്ലോ എന്ന് ചോദിച്ച് ഡയറക്ടർ അവനെ കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ വൂജിൻ തന്റെ പ്ലാൻ മാറ്റി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകുന്നു. അവൻ പോകുന്നതും ജോങ് മിസ്റ്റർ നമ്മിന്റെ മോളുടെ അടുത്തേക്ക് വരുന്നു. അവളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ, അതിൽ വൂജിന്റെ കണ്ണുകളാണ് വരച്ചു വെച്ചേക്കുന്നത്. അതായത് അന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആളുടെ കണ്ണുകൾ. അവൾ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ജീവൻ രക്ഷിക്കുന്നയാളല്ലേ ഡോക്ടർ, പിന്നെ എന്തുകൊണ്ടാ ഈ ഡോക്ടർ ജീവൻ എടുക്കാൻ നോക്കുന്നത് എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടാണ് അവൾ ജോങ്വൂനോട് സംസാരിക്കുന്നത്. അവനാണെങ്കിൽ അതിനേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. എന്ത് ചെയ്യണമെന്ന് അവനും അറിയാൻ പാടില്ല. എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ ആ ഗേളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. തിരിച്ചു പോകാൻ നിൽക്കുന്ന ജോങ്വൂനോട് മിന്യോക്ക് സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുത്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ജോങ് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. തന്റെ ഫിയാൻസിയായ ഹെജിനെ കുറിച്ച് തന്നെയാണ് അവൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നത്. വൂജിനെ കുറിച്ച് അവളോട് മെൻഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അവൾ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്ന കാര്യം ജോങ് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. വൂജിനെ കുറിച്ച് സംസാരിക്കാൻ ഹെജിന് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അവനാണ് ഇതുപോലെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നത് എന്ന് ഹെജിന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം അവൾ അതുപോലെ ബിഹേവ് ചെയ്തത് എന്ന് ജോങ് ചിന്തിക്കുന്നു. ഇവിടെ വൂജിനാണെ സർജറി ചെയ്യാൻ റെഡിയായി വന്നിരിക്കുവാണ്. എന്നാൽ സർജറി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് റൂമിലെ ഡയറക്ടർ മാത്രമാണ് ഇരിക്കുന്നത്. ഇത് കാണുന്നതും വൂജിൻ, നിങ്ങളപ്പോ എന്നെ കുറിച്ച് ഏതുവരെയാ കാര്യങ്ങൾ മനസ്സിലാക്കിയേ എന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. ഡയറക്ടർ, ഹെജിൻ മരിച്ചപ്പോ നീ സിംഗപ്പൂരിലായിരുന്നു എന്നല്ലേ പറഞ്ഞേ, ഒന്ന് അന്വേഷിച്ചപ്പോ നീ ആ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു എന്നാ ഞാൻ അറിഞ്ഞേ എന്ന് പറയുന്നു. ഓ, നിങ്ങൾക്കപ്പൊ എല്ലാ കാര്യവും അറിയാം, അതായത് എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് ഇത്ര നന്നായി അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്റെ സർജറി ക്യാൻസൽ ചെയ്തേ, ഞാൻ ജോങ് അല്ലാത്തതുകൊണ്ടാണോ എന്നാണ് വൂജിൻ ചോദിക്കുന്നത്. ഡയറക്ടർ, ജോങ് ആണ്, നീയാണ്, നിങ്ങൾ രണ്ടുപേരും ടോട്ടലി ഡിഫറെന്റ് ആണ്. നീ എന്തിനാ ജോങ് ആയിട്ട് നിന്നെ കമ്പയർ ചെയ്യുന്നേ എന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. വൂജിൻ, ഞാനല്ല, നിങ്ങളെല്ലാവരുമാണ് ജോങ്ങുവായിട്ട് എന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും എല്ലാം നിങ്ങൾ ജോങ്ങുവിനെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവന് മാത്രമേ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും അവനെ വെച്ച് എന്നെ കമ്പയർ ചെയ്യുമായിരുന്നു. ജോങ്ങുവിന്റെ അമ്മയായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും എനിക്ക് 2ാം സ്ഥാനം മാത്രമേ എപ്പോഴും തന്നിട്ടുള്ളൂ എന്നെല്ലാം പറയുമ്പോഴാണ് ഇത്രയും കാലം വൂജിനുണ്ടായിരുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ച് ഒരു ഞെട്ടലോടെ ഡയറക്ടർ മനസ്സിലാക്കുന്നത്. അവന്റെ ഉള്ളിൽ ജോങ്ങുവിനോടുള്ള ദേഷ്യവും വൈരാഗ്യവും എല്ലാം എത്രത്തോളം ഉണ്ട് എന്നത് ഡയറക്ടർ നേരിട്ട് കാണുവാണ്. കുറച്ച് സമയങ്ങൾക്കകം ജോങ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. വൂജിനെ കാണാനുള്ള ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്നാ അങ്ങോട്ടേക്ക് വരുന്നതും ഡയറക്ടറുടെ പേര് വിളിച്ച് ഹെഡ് നഴ്സ് കരയുന്നതാണ് അവൻ കേൾക്കുന്നത്. വൂജിൻ എന്തെങ്കിലും ചെയ്തോന്ന് പേടിച്ചുകൊണ്ട് ജോങ് അങ്ങോട്ടേക്ക് ഓടുന്നു. എന്നാൽ ഡയറക്ടർക്കൊന്നും സംഭവിച്ചിട്ടില്ല. നെറ്റിയിൽ ഒരു സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹെഡ് നഴ്സ് ഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതും വൂജിന്റെ പണിയാണെന്ന് അവനറിയാം. ജോങ് നല്ല ദേഷ്യത്തിലാണ്. സോ ഡയറക്ടർ വിളിക്കുന്നൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ വൂജിന്റെ അടുത്തേക്ക് പോകുവാണ് ചെയ്യുന്നത്. ഇതേ സമയം വൂജിന്റെ DNA-യും മിസ്റ്റർ നമ്മിന്റെ മോളെ അറ്റാക്ക് ചെയ്ത ആളുടെ DNA-യും മാച്ച് ആണെന്ന് റിസൾട്ട് വരുന്നു. വൂജിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ വൂജിൻ ഹോസ്പിറ്റലിലില്ല. മാത്രമല്ല അവര് വരുന്ന സമയത്ത് ജോങ് എങ്ങോട്ടോ പോകുന്നത് കങ്ങു കാണുകയും ചെയ്തതായിരുന്നു. വൂജിനെ ഫോളോ ചെയ്ത് ജോങ് പോയിട്ടുണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ടൈം വേസ്റ്റ് ചെയ്യാനില്ല. സോ പെട്ടെന്ന് തന്നെ കങ്ങു മിന്യൂക്കിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വൂജിൻ എവിടെയായിരിക്കുമെന്ന് ജോങ്വിന് അറിയാം. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഹെജിന്റെ കൊലയാളിയെ താൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി വൂജിൻ ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ജോങ് ആലോചിക്കുന്നത്. ഇതേ സമയം വൂജിനാണെങ്കിൽ അവന്റെ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ടോ പോകാൻ റെഡിയാകുവാണ്. ഇനിയാണ് എന്തുകൊണ്ടായിരുന്നു മിസ്റ്റർ നമ്മിനെ അവൻ കൊന്നത് എന്നതിന്റെ റീസൺ കാണിക്കുന്നത്. മിസ്റ്റർ നം ഹോസ്പിറ്റലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ദിവസം വൂജിനായിരുന്നല്ലോ അദ്ദേഹത്തിന് ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് വൂജിൻ മിസ്റ്റർ നമ്മിനോട്, നിങ്ങൾ കൂളാവ്, നെക്സ്റ്റ് ടൈം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മോളുടെ സർജറി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മിസ്റ്റർ നം, അതിന് നീ സർജറി ചെയ്യണമെന്ന് ആരാ പറഞ്ഞ്? എല്ലാവരും പറയുന്നത് ജോങ്വോ ആണ് ഈ ഫീൽഡിലെ ബെസ്റ്റ് ഡോക്ടർ എന്നാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് വരെ പോവാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, അല്ലെങ്കിൽ എനിക്ക് വേറെ എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജോങ്ങുവിനേക്കാൾ താഴെയാണ് വൂജിൻ എന്ന നിലയിലാണല്ലോ മിസ്റ്റർ നം സംസാരിച്ചത്. ഇത് വൂജിനെ ദേഷ്യം പിടിപ്പിക്കുമായിരുന്നു. ഈ കാരണം കൊണ്ടാണ് വൂജിൻ മിസ്റ്റർ നമ്മിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതും അദ്ദേഹത്തെ ബാൽക്കണിയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നതും ജോങ്ങു ആണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വെക്കുന്നതും എല്ലാം. ആ ഒരു പിടിവലിയുടെ ഇടയിലായിരുന്നു വൂജിന്റെ കയ്യിലുണ്ടായിരുന്ന കീച്ചൻ താഴെ വീണ് പോകുന്നത്. ജോങ്ങുവിനോടുള്ള ദേഷ്യം കാരണം അതൊന്നും അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ബാഗും എടുത്ത് പുറത്തേക്ക് വരുന്ന വൂജിൻ കാണുന്നത് തന്റെ നേരെ ദേഷ്യത്തോടെ വരുന്ന ജോങ്കുവിനെയാണ്. ജോങ്കുവിന്റെ സംസാരമൊന്നുമില്ല. വൂജിനെ കാണുന്നതും അടിക്കാൻ തുടങ്ങുവാണ്. വൂജിൻ, എടാ ഞാൻ പറയുന്നു എന്ന് കേൾക്കുക, അതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ വീഴുന്ന സമയത്ത് കൈ മുറിയുന്നുണ്ട്. കൂടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും വീഴുന്നുണ്ട്. ആ ബാഗിൽ ഉണ്ടായിരുന്നത് ക്രൈം ചെയ്യാൻ പോകുന്ന സമയത്ത് വൂജിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ.
കേട്ടോ. അതായത് ഡ്രസ്സ്, ഗ്ലൗസ്, ഷൂ അതൊക്കെ. ജോങ്വു ദേഷ്യത്തോടെ നീ എന്തിനാ അത് ചെയ്തതെന്ന് ഷൗട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. ഇതൊന്നും ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല, നിന്റെ അമ്മ കാരണമാണ് അന്ന് ഹെജിന്റെ വീട്ടിലേക്ക് ഞാൻ പോയത്. നിന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു എന്ന് നിനക്കറിയാലോ. അവളെ എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ എന്ന് നിനക്കറിയാവോ? ഒന്നും നിനക്ക് അറിയാത്തതാണോ അതോ അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണോ? നീ നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ മെമ്മറി എന്തുകൊണ്ടാണ് നീ ബ്ലോക്ക് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാവും. അന്ന് ഞാൻ ഹെജിന്റെ വീട്ടിലേക്ക് പോയതും ഞാനൊരു കൊലയാളി ആയതും എല്ലാം നീ കാരണമാണ്. ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും നീയാണ് ഉത്തരവാദി എന്ന് വൂജിൻ പറയുന്നതും എന്ത് വിശ്വസിക്കണം എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാവുകയാണ് ജോങ്വു. കുറച്ച് ഫോട്ടോസും ജോങ്വുവിന് കൊടുത്തുകൊണ്ടാണ് വൂജിൻ അവിടുന്ന് പോകുന്നത്. അവൻ അവിടുന്ന് പോകുന്നതും മിന്യൊക്കെ ജോങ്വുവിന്റെ അടുത്തേക്ക് വരുന്നു. ജോങ്വുവിന്റെ അമ്മ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാണാൻ പോയതിന്റെ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ വൂജിൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കി ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്ന ജോങ്വുവിനോട് മിന്യൊക്കെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് വീണ്ടും പറയുന്നുണ്ട്. 7 വർഷം മുന്നത്തെ പോലെ ഞാൻ വീണ്ടും ഒന്നും മിണ്ടാതിരിക്കണം എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ച് ജോങ്വു അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. ഇവിടെ കങ്ങോയും ഒരു കൊളീഗും വൂജിന്റെ കാരണം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അവൻ എയർപോർട്ടിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് കങ്ങോ മിന്യോക്കിനെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് മിന്യോക്കിന് ഒരു കോള് വരുന്നത്. ജോങ്വുവിന്റെ ഫ്രണ്ടാണ് കോൾ ചെയ്യുന്നത്. ഫ്രണ്ട് ഇപ്പൊ ജോങ്വു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹെജിൻ മരിച്ച സമയത്തുള്ള ഫോട്ടോസ് ആയിരുന്നു അവൻ നോക്കിയേ. ആ ഫോട്ടോസിൽ ഒരു ഫോട്ടോ മാത്രമാണ് അവൻ ഒത്തിരി നേരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അതെന്തോ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിന്നെ കോൾ ചെയ്തത് എന്ന് പറയുന്നു. മിന്യൊക്കെ അവളുടെ അടുത്ത് പോയി ആ ഫോട്ടോയും എടുത്ത് നേരെ ഫോറൻസിക് ടീമിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഹെജിൻ മരിച്ച സമയത്ത് അവളുടെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടായിരുന്നു. കത്തി ഉപയോഗിച്ച് ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് കുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കത്തി ഉപയോഗിച്ച് കുത്തുന്ന സമയത്തെ ഹെജിൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് കാരണമല്ല ഹെജിൻ മരിച്ചേക്കുന്നത്. പിന്നെയുള്ള റീസൺ എന്താ? തലയ്ക്ക് അടിയേറ്റത്. എന്നാ ഒരാൾ മരിക്കാൻ പാകത്തിന് സിവിയർ ആയിരുന്നില്ല ആ ഒരു പരിക്ക്. ഈ രണ്ട് കാര്യങ്ങളും നടന്നതിന്റെ ഇടയിൽ മൂന്നാമതൊരു കാരണം കൊണ്ടാണ് ഹെജിൻ മരിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആകെ മൊത്തം ഉഴപ്പായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ റീസൺ ഒന്നും പോലീസ് അന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് തന്നെ ഹെജിന്റെ കഴുത്ത് ഞെരിച്ചതിന്റെ പാട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒന്നും കെയർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ജിൻസുക്കിന്റെ തലയിലേക്ക് കേസ് കെട്ടിവെക്കുമായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോറൻസിക് ഓഫീസർ മിന്യോക്കിനോട് തലക്കേറ്റ ക്ഷതം കാരണം അൺകോൺഷ്യസ് ആവത്തേ ഉള്ളൂ. കത്തിവെച്ച് കുത്തിയ സമയത്ത് വിക്ടിമിന് ജീവൻ ഉണ്ടായിരുന്നില്ല. അതിനു മുന്നേ വിക്ടിം മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അൺകോൺഷ്യസ് ആയ വിക്ടിമിനെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷമാണ് കത്തി ഉപയോഗിച്ച് കുത്തിയിരിക്കുന്നത്. ഇത് ഓവർകില്ലാണ്. വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ മറ്റാരോടോ ഉള്ള ദേഷ്യം വിക്ടിമിനോട് തീർത്തതാണ് എന്ന് പറയുന്നു. ആരോടുള്ള ദേഷ്യമായിരിക്കാം വൂജിൻ ഹെജിനോട് തീർത്തത് എന്നാലോചിക്കുന്ന മിന്യോക്കിന് ഒരു ഞെട്ടലോടുകൂടെയാണ് ജോങ്വുവിന്റെയും അവന്റെ അമ്മയുടെയും കാര്യം ഓർമ്മ വരുന്നത്. ജോങ്വുവിനും ഈ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, വൂജിൻ എത്രത്തോളം അവരോട് വെറുപ്പുണ്ട് എന്ന കാര്യം. അവൻ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നു. അമ്മയും വൂജിന്റെ കാര്യം അറിഞ്ഞ് ഷോക്കിലാണ് ഉള്ളത്. ജോങ്വു വൂജിൻ അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, കെയർഫുൾ ആയിരിക്കണം, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നു. എന്നാൽ ഇതവൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവുന്നു. തന്റെ തൊട്ടു മുന്നിൽ സ്മൈൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വൂജിനെ കണ്ട് അമ്മയാകെ ഫ്രീസ് ആയി പോകുവാണ്. എയർപോർട്ടിലേക്ക് പോയ വൂജിൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ എയർപോർട്ടിലേക്ക് പോയത് വൂജിൻ ആയിരുന്നില്ല, അവന്റെ കാറ് മാത്രമായിരുന്നു. അതായത് പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി വൂജിൻ കണ്ടെത്തിയ മാർഗമായിരുന്നു അത്. വൂജിൻ ജോങ്വുവിനോട് നീ ഇനി ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല, അമ്മയെ കാണണമെന്നാണെങ്കിൽ നീ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വാ എന്നാണ് പറയുന്നത്. ഹെജിനെ ചെയ്തതുപോലെ അമ്മയെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയും അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഡിസപ്പോയിന്റ്മെന്റുമാണ് ഇത് കേൾക്കുന്ന സമയത്ത് ജോങ്വുവിന് വരുന്നത്. അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുന്നു. ഇവിടെ ജോങ്വുവിന്റെ അമ്മയുടെ ഹോസ്പിറ്റലിലേക്ക് മിന്യൊക്കെ വന്നിട്ടുണ്ട്. വരുന്നതും കാണുന്നത് അമ്മയുടെ ഫോണും അതിലായിട്ടുള്ള ബ്ലഡും ആണ്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് കാരണം കുറച്ചു ദിവസത്തേക്ക് പ്ലാസ്റ്റിക് സർജറി ക്ലിനിക് അടച്ചിടാനായിട്ട് ഡയറക്ടർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഹോസ്പിറ്റലിൽ ആരുമില്ല. അതുകൊണ്ടാണ് വൂജിൻ ജോങ്വുവിനോട് ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന ജോങ്വു കാണുന്നത് മുറിവ് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൂജിനെയാണ്. അമ്മ എവിടെ എന്നാണ് ജോങ്വു വരുന്നത് വൂജിനോട് ചോദിക്കുന്നത്. എന്നാൽ വൂജിൻ അതിന് ആൻസർ ചെയ്യാതെ നീ എന്താ അമ്മയെ കുറിച്ച് ചോദിക്കുന്നേ? അതല്ലല്ലോ അതിന്റെ രീതി. ഹെജിനെ കുറിച്ചല്ലേ ഫസ്റ്റ് ചോദിക്കണ്ടേ, പിന്നീടല്ലേ അമ്മയെ കുറിച്ച് ചോദിക്കണ്ടേ എന്നാണ് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ജോങ്വു ദേഷ്യത്തോടെ ഹെജിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല, ജീവൻ രക്ഷിക്കേണ്ട കൈകൊണ്ടല്ല നീ അവളുടെ ജീവൻ എടുത്തേ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവളെ ഞാൻ തന്നെ കൊന്നത്. നിന്റെ അമ്മ അവളെ വാച്ച് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ കാണാൻ പോയതിന്റെ ഫോട്ടോസ് നിനക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ? അവളെ എങ്ങാൻ പരിചയം ഇല്ലാത്ത ആളുകൾ കൊന്നാലോ എന്ന് കരുതിയാണ് ഞാൻ തന്നെ കൊന്നത് എന്നെല്ലാം ഒരു സൈക്കോയെ പോലെ വൂജിൻ കണ്ണു നിറച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ജോങ്വുവിന് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അവൻ വൂജിനെ തല്ലുവാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഒരു ഡോറിന്റെ അടുത്തായിട്ട് നിലത്തൊരു സ്കാർഫ് കിടക്കുന്നത് ജോങ്വു ശ്രദ്ധിക്കുന്നത്. അതിൽ ബ്ലഡ് ഉണ്ട്. അമ്മയുടെ സ്കാർഫാണെന്ന് മനസ്സിലാവുന്നതും പെട്ടെന്ന് തന്നെ അവൻ റൂമിലേക്ക് പോകുന്നു. അനക്കമില്ലാതെ ബ്ലഡിൽ കവർ ചെയ്ത രീതിയിൽ അമ്മ കിടക്കുന്നത് കണ്ട് ജോങ്വു ആകെ ഷോക്കായി പോകുവാണ്. കൂടെ തന്നെ ഹെജിൻ കൊല്ലപ്പെട്ട ദിവസം സംഭവിച്ച എല്ലാ കാര്യവും അവന് ഓർമ്മ വരികയും ചെയ്യുന്നു. അതായത് വൂജിന്റെ ഫേസ് നല്ല വ്യക്തമായിട്ട് ജോങ്വുവിന് ഇപ്പൊ ഓർമ്മയുണ്ട്. ഇപ്പൊ വൂജിൻ എന്തുപറ്റി, ഈ കാര്യവും നീ മറന്നു പോകുമോ അതോ മറന്നതുപോലെ അഭിനയിക്കുവോ എന്ന് ചോദിക്കുന്നത് ജോങ്വു സർജിക്കൽ നൈഫ് ഉണ്ടാവില്ലേ അതും എടുത്ത് വൂജിനെ കൊല്ലാൻ പോകുവാണ്. ഇതുപോലൊരു സിറ്റുവേഷനിൽ സാധാരണ എല്ലാവർക്കും പേടിയുണ്ടാവില്ലേ, എന്നാൽ വൂജിൻ അതില്ല. വൂജിൻ
നീ നല്ലവനാണെന്ന് കാണിച്ചുകൊണ്ടല്ലേ നടക്കുന്നേ. ഇനി ആ മാസ്ക് അഴിച്ചു വെച്ചേക്ക്. നീയും എന്നെ പോലെ തന്നെ. നിനക്കും ഒരാളെ കൊല്ലാനായിട്ട് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ് ജോങ്വുവിനെ പ്രവോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നതും ജോങ്വു അവനെ കുത്താൻ പോകുന്നതും അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് മിന്യൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതും ഫയർ ചെയ്യുന്നതും ജോങ്വുവിന്റെ ഫേസിൽ മുഴുവൻ ബ്ലഡ് ആവുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. വൂജിന്റെ വായിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. ജോങ്വു ആണെ സംഭവിച്ച കാര്യം വിശ്വസിക്കാൻ പറ്റാതെ ഞെട്ടിക്കൊണ്ട് മിന്യൊക്കിനെ നോക്കുവാണ്. ഇതോടുകൂടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത് കേട്ടോ. ഇനി ഒരു എപ്പിസോഡ് കൂടെ ഉണ്ട്, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.